പോലെ ആ പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്തല്ലേ നിങ്ങൾ? എനിക്ക് സിനിമയില്ല അങ്ങനെ പറഞ്ഞിട്ട് ചെറിയ പടങ്ങളടക്കം ടൂറിസ്റ്റ് ഫാമിലി ചെറിയ പടം ഇവിടുത്തെ ചെറിയ പടങ്ങൾ താരതമ്യേന അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ അധികം കുറവാണ്. ഇപ്പോൾ ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാത്രമാണ് കുറച്ച് കൂടിയ ബഡ്ജറ്റ് മാത്രമാണ് അന്യഭാഷ ചിത്രങ്ങൾ അവിടെ പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അന്യഭാഷ ചിത്രങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വന്ന് പ്രൊമോട്ട് ചെയ്യും. അവിടെ നമ്മളെ ഒരു ഹൈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഭയങ്കര കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പോലും അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പ്രൊഡ്യൂസർ എന്നാലും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ റോളാണ് സിനിമയിൽ എനിക്ക് സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന പടം ഞാൻ കണ്ടായിരുന്നു, എനിക്കിഷ്ടമായി സിനിമ. പക്ഷെ മലയാള സിനിമയിൽ അതൊരു ഭയങ്കര പുതിയ സിനിമയല്ല, നമുക്ക് പരിചയമുള്ളൊരു സിനിമയുണ്ട് അതുപോലത്തെ. പക്ഷേ ആ സിനിമ ഭയങ്കര നല്ലതാണ്. ഈ ശ്രീലങ്കൻ അഭയാർത്ഥി പരിപാടിയൊക്കെ വെച്ചിട്ടും ആ സിനിമയുടെ ഹ്യൂമറൊക്കെ വെച്ചിട്ട് ഭയങ്കര നല്ല പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവരിവിടെ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടറാണ്, മാർക്കറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റോള് ഭയങ്കര അടിപൊളിയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഒരു ടാർഗറ്റൊക്കെ വെച്ച് ആ സിനിമേനെ എത്തിച്ചാൽ അത് അടിപൊളിയായിരിക്കും. അവരാണ് മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ. തിയേറ്ററിലെത്തിക്കുക, അതിനനുസരിച്ച് പടം പുഷ് ചെയ്യുക എന്നുള്ളത് അതിന്. പിന്നെ പടം നന്നാവുക. ഈ OTT വന്നതിൻ്റെ ശേഷം മലയാളം ഫിലിമിൽ ഭയങ്കരമായിട്ടൊരു വൈഡ് ഓഡിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം OTTയുടെ കേസിൽ ഞാൻ പറഞ്ഞിട്ട് അവസാനം മറ്റേ ലാസ്റ്റോട്ടൊക്കെ ഞാൻ കരയും പോലെ ആ പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്തല്ലേ നിങ്ങൾ? എനിക്ക് സിനിമയില്ല അങ്ങനെ പറഞ്ഞിട്ട് അത് ഞാൻ വേറെ OTTയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് അത് കട്ട് ചെയ്തിട്ട് ഇപ്പം അത് കണ്ട് എനിക്ക് തന്നെ സങ്കടം വരും. പടച്ചോനെ ഷർഫ് എന്തെങ്ങനെ പറഞ്ഞത് നോക്കും. കാർത്തിക് സൂര്യയുടെ വ്ളോഗ് ബ്രോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാനമായിട്ട് കാര്യം പറഞ്ഞിരുന്നാൽ എനിക്ക് ഏറി പോകുന്നത് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞ മെന്റലി ഭയങ്കര ഹെൽത്ത് അങ്ങനെയെല്ലാം തോന്നുന്നു. എങ്ങനെ മെന്റലി ഭയങ്കര സ്റ്റേബിൾ അല്ല, അങ്ങനെ ഏറി പോകുന്ന അല്ലെങ്കിൽ മെന്റലി സ്റ്റേബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? മെന്റലി സ്റ്റേബിൾ ആണെന്നാലും ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങൾ നിന്നിട്ട് വളരെ മിസ്റ്റേക്കായ രീതിയിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടാം. അതാ എന്നറിയോ, നമുക്ക് എനിക്ക് പറ്റില്ല. എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ ഭയങ്കര അടി പോകാൻ ചാൻസുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമുക്കെല്ലാവരും ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് പോകാന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2 കൈയടി കുറഞ്ഞാലും ഒരു കൂല് കുറയാതിരുന്നാൽ മതി, മനസ്സിലായോ? 2 അടി കൈയടി കുറഞ്ഞാലും ആരും കൂഹാതിരുന്നാൽ മതി. ഭയങ്കര ജോലിയായിട്ട് നടക്കുന്ന ഷർഫിഖാനെ കാണുന്നത്. പക്ഷേ നമുക്ക് ഇതിന്റെ പിന്നാമ്പുറമുള്ള ഷർഫിഖ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഷർഫിഖാനെ. പോഡ്കാസ്റ്റ് വഴി കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലായി. അല്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ ആരും കാണിക്കാത്തല്ലേ? ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യലി എല്ലാവരും കൂടി ഒരാളെടുത്ത് അടിക്കുക, അതിന്റെ കമന്റ് ബോക്സ് ഒരു ചീത്ത പറയുക, തെറി വിളിക്കുക, ഭയങ്കര ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് അത് യൂസ്ഡ് ആയിരിക്കും, വെറുതെ കോമഡി ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ എനിക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. ഞാൻ ആരുമായിട്ടും അങ്ങനെ വഴക്കോ അങ്ങനെ പരിപാടികളോ ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പൊതുവായിട്ട് എനിക്കും അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് പോകാന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കും. അതല്ല പെട്ടെന്ന് എന്തെങ്കിലും സൈബർ, ഞാൻ ഇതിന് പണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു, സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബാഡാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നു, അവർ പുറത്ത് കാണിക്കാനായിരിക്കും. ഒരുപാട് പേർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടാവും. ഇപ്പോൾ ഷർഫിഖ ഹലോ മമ്മി ആണെങ്കിലും പടക്കണാണെങ്കിലും ഇപ്പോൾ സംശയത്തിലേക്ക് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് കുറേ നോ പറഞ്ഞതിൻ്റെ ശേഷം ഒരു എസ് പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണോ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്? നോ പറഞ്ഞിട്ട്, അതായത് കുറേ സ്ക്രിപ്റ്റ് കേട്ടിട്ട് നോ പറഞ്ഞിട്ട് നല്ല സ്ക്രിപ്റ്റിന് വേണ്ടി എസ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ? തീർച്ചയായും ഒരുപാട് സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നില്ല. ഒരുപാട് പരിപാടികൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മൾ എസ് പറയുന്നതോടെ നമ്മളെ എസ്സിൽ വേറെയും കുറേ പേര് വിശ്വസിക്കുന്നുണ്ട്. ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ വിശ്വസിക്കുന്നുണ്ട്, ആ പടത്തിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അതിൽ പൈസയുണ്ട്, ഒരുപാട് പേര് സമ്പത്തുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമല്ലേ? അതൊക്കെ വെറുതെ എൻ്റെ ഒരു എസ്സോ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആ പടം ചെയ്യാം, 40 ദിവസം പോയിട്ട് ആ പടം ചെയ്ത് ആ പൈസ പോകാന്ന് പറഞ്ഞാൽ അത്രയും പണമല്ലേ സൂക്ഷിക്കുന്നത്. ഷർഫിഖാൻ നമ്മൾ കുറേ രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ ആയിട്ട് ഒരു അടിപിടി ഫൈറ്റ് അതൊക്കെ ചെയ്യാം, തിരക്കില്ല, കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? അങ്ങനത്തെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനത്തെ രീതിയിൽ വരുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആഗ്രഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ വരുന്നതാണെങ്കിലും അതൊരു കറക്റ്റായിട്ട് വരട്ടെ, എനിക്കറിയില്ല. അത് വരട്ടെ, കറക്റ്റായിട്ട് വരട്ടെ. അടുത്തതായിട്ട് ഡിസ്കഷൻ നടക്കുന്ന ഒരു ടൈം ട്രാവലർ ആണെന്നുള്ളതാണ് വരുന്നത്. ടൈം ട്രാവലർ ആണ് എന്നുള്ളത് കുറച്ചൊരു സത്യമാണ്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറുടെ പേര് എന്തെങ്കിലും അതൊന്നും പറയാറായിട്ടില്ല. ഇല്ല, അറിയില്ല അളിയ. അപ്പം അങ്ങനെ ഓക്കെ ബൈ, താങ്ക് യു. അടുത്ത പടം റിലീസാകുന്ന പെഡിറ്റൊക്കെ ഇത് അത് മെയിലാണ് റിലീസ് പക്ഷേ ഭയങ്കര നമ്മൾ ഓറൊക്കെ ഡിക്ലെയർ ആയി ആകെ ഇതായല്ലോ, കുറച്ച് ടൈറ്റായി മൊത്തം പ്രശ്നം. അപ്പോൾ ഞാനങ്ങനെ പുഷ് ചെയ്യും. താങ്ക് യു ബൈ.